ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ കറണ്ട് അഫയേഴ്സ് വീഡിയോ. കറണ്ട് അഫയേഴ്സ് ആണ്. ശ്രദ്ധിച്ചാലൊരു മാർക്കാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ നഗരസഭ എന്ന് ചോദിച്ചാൽ ശ്രീകണ്ഠപുരമാണ്. കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ നഗരസഭ, ശ്രീകണ്ഠപുരം. 2025 ലോക ന്യൂമോണിയ ദിനത്തിൻ്റെ പ്രമേയം ചൈൽഡ് സർവൈവൽ എന്നാണ്. ലോക ന്യൂമോണിയ ദിനം നവംബർ 12 2025 ലോക ന്യൂമോണിയ ദിനത്തിൻ്റെ പ്രമേയം ചൈൽഡ് സർവൈവൽ. അപ്പോൾ ഓർത്തിരിക്കുക, ലോക ന്യൂമോണിയ ദിനം എന്ന് പറയുന്നത് നവംബർ 12. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2024 പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2024 പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. UN ടൂറിസത്തിൻ്റെ സെക്രട്ടറി ജനറലാകുന്ന ആദ്യത്തെ വനിത ഷൈഖ് അൽ നൊവൈസാണ്. UN ടൂറിസത്തിൻ്റെ സെക്രട്ടറി ജനറലാകുന്ന ആദ്യ വനിത ഷൈഖ് അൽ നൊവൈസ്. UAE കാരിയാണ് ഷൈഖ് അൽ നൊവൈസ്. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണ്ണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാരെന്ന് ചോദിച്ചാൽ സാമ്രാട്ട് റാണയാണ്. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ആദ്യ വ്യക്തിഗത സ്വർണ്ണം നേടിയ ഇന്ത്യൻ താരം സാമ്രാട്ട് റാണ. കേരള എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 വേദിയാകുന്ന നഗരം തിരുവനന്തപുരമാണ്. കേരള എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 വേദിയാകുന്ന നഗരം ഓർത്തിരിക്കുക, തിരുവനന്തപുരം. കേരള എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 വേദിയാകുന്ന നഗരം തിരുവനന്തപുരം. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച പുനാക്ഷാങ്ചു 2 മെഗാ വൈദ്യുത പദ്ധതി നിലവിൽ വന്ന രാജ്യം ഭൂട്ടാനാണ്. നരേന്ദ്രമോദിയും ഭൂട്ടാൻ രാജാവും സംയുക്തമായാണ് 1020 മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പുനാക്ഷാങ്ചു 2. ആൾക്കൂട്ട ദുരന്തങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ക്യാമറ സംവിധാനം വികസിപ്പിച്ചത് NIT കാലിക്കറ്റാണ്. ആൾക്കൂട്ട ദുരന്തങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ക്യാമറ സംവിധാനം വികസിപ്പിച്ചത് NIT കാലിക്കറ്റ്. വേൾഡ് കലിഗ്രഫി അസോസിയേഷൻ ഓണററി ഡയറക്ടറായി നിയമിതനായ മലയാളി നാരായണ ഭട്ടതിരിയാണ്. വേൾഡ് കലിഗ്രഫി അസോസിയേഷൻ ഓണററി ഡയറക്ടറായി നിയമിതനായ മലയാളി നാരായണ ഭട്ടതിരി. ഓർത്തിരിക്കുക, പേര് നാരായണ ഭട്ടതിരി എന്നാണ്. 2025 നവംബറിൽ ഫിലിപ്പൈൻസ്, തായ്വാൻ എന്നീ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഫങ് ഓങ് എന്നാണ്. 2025 നവംബറിൽ ഫിലിപ്പൈൻസിലും തായ്വാനിലും വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേര്. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്